ഞാനിപ്പോൾ അടുത്തുണ്ടായൊരു എക്സ്പീരിയൻസ് പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരു പുതിയ എഞ്ചിനീയറാണ്, പുതിയ ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഓഫീസ് ഒരു വലിയ ഓഫീസാണ്, അത് റെഡിയായി. അപ്പം ഫൈനൽ ഇൻസ്പെക്ഷൻ ഞങ്ങളോടും കൂടി വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർ അടുത്തുള്ള ഒരു യുവ എഞ്ചിനീയർ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഞങ്ങളുടെ ഒപ്പമുള്ളൊരു ഓപ്പറേഷൻസ് മാനേജറുണ്ട്, മലയാളിയാണ്. ഈ യുവ എഞ്ചിനീയർ മലയാളിയാണ്. അപ്പോൾ ഇവൻ ഈ നമ്മുടെ ഓപ്പറേഷൻസ് മാനേജറെ എടാ അത് അങ്ങനെയൊന്നുമല്ല, അവൻ എന്ത് പറയുമ്പോൾ ഈ എടാ കൂട്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഈ പുതിയ ആളുകൾ വരുന്ന ആളുകളടുത്തില്ല ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ മറിച്ച് മറ്റ് രാജ്യക്കാർ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കാണാറില്ല പൊതുവെ. ഇപ്പം ഒരു ഫിലിപ്പീനോ ആണെങ്കിലൊക്കെ എന്താണെങ്കിലും സാർ എന്നൊക്കെ വിളിച്ചിട്ടാണ് സർ, അങ്ങനെ ഒരു നാച്ചുറലായിട്ട് ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഈ എടാ പോടാ വിളികൾ പെട്ടെന്ന് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇപ്പം ആളുകൾ തന്നെ വെറുതെ കയറിയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പും ഇല്ലാത്ത ആൾ വന്നിട്ട് എടാ എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല പൊതുവെ. UAE ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്പർ 1 റിലേഷൻഷിപ്പാണ് അല്ലേ. നമ്മളൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മാനേജേഴ്സോ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും നെക്സ്റ്റ് ലെവലിലേക്ക് വളരാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഒരു റിലേഷൻഷിപ്പും റെസ്പെക്റ്റൊക്കെ വളർത്തുന്നതിന് പകരം നമ്മൾ അത് ശ്രദ്ധിക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പലപ്പോഴും അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം നാസർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യന് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം, ലൈക്സ്, പിന്നെ ഒരാൾ ഇഷ്ടപ്പെടുന്ന ഇപ്പം എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ ആൾക്കാർ എന്തുകൊണ്ടാണ് പീപ്പിൾ ലൈക്ക് ടു ഡീൽ വിത്ത് വിന്നേഴ്സ്, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് എപ്പോഴും ഒരു വിജയിച്ച ഒരാളെ ആൾക്കാർ അവൻ്റെ കൂടെ കൂടി അവനോട് നല്ല നിലയ്ക്ക് പെരുമാറും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലിപ്പിനോസ് നമ്മൾ സാധാരണ പറയാറുണ്ട്, അവരൊരു ആളുകളായിട്ട് ഡീൽ ചെയ്യുന്നത് കുറച്ചും കൂടി സ്വീറ്റാന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മൾ ആളുകളുടെ പൊസിഷൻ വെച്ചിട്ടല്ല റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അവരുടെ കാശോ ഡ്രസ്സോ വെച്ചിട്ടല്ലല്ലോ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഏതൊരു മനുഷ്യനാണോ കൊടുക്കേണ്ടത് അങ്ങനെയല്ല, പക്ഷെ കൊടുക്കുന്നത് അങ്ങനെയാണ്. കൊടുക്കുന്നത് അങ്ങനെയായി മാറാറുണ്ട് പലപ്പോഴും നമ്മുടെ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഞങ്ങളൊക്കെ ഓഫീസിലൊക്കെ ഉള്ളൊരു നമ്മുടെ ഒരു ഓഫീസ് ബോയ് ആണെങ്കിലും നമ്മുടെ കമ്പനിയുടെ ഒരു റീജിയണൽ MD ആണെങ്കിലും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവരോട് നമ്മളൊരിക്കലും നമ്മളൊരു കുടിച്ച ക്ലാസ് ഇതാ ഒന്ന് വന്നിട്ട് ഇത് എടുത്തു കൊണ്ടൊന്നും പറയില്ല. നമ്മളത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുക ചെയ്യുക, എന്നിട്ട് ഓഫീസ് പോയി അത് ക്ലീൻ ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പം നമ്മൾ എന്തൊക്കെ പാർട്ടികൾ ചെയ്യുന്നു അതിലൊക്കെ അവരും ഇൻവോൾവ് ആയിരിക്കും. മറ്റുള്ള അപ്പം ജോലിയിൽ എന്നല്ലാതെ ജോലി സംബന്ധമായ കാര്യങ്ങളിലല്ലാതെ മറ്റുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ആരും തമ്മിൽ വലിപ്പം കുറച്ചിലുകളില്ല. നമ്മൾ ആരെയും പോയിട്ട് എടാന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുള്ളി ആയിട്ട് നമ്മൾ പെരുമാറാനോ ഒന്നും നിൽക്കാറില്ല. അപ്പോൾ അത് നമ്മൾ ആ എഡ്യൂക്കേഷൻ കഴിയുന്നതോടുകൂടി തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഈ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ പുറകിലായിട്ട് പോകും അല്ലേ. ആ കണക്ഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല ആളുകളുടെ അടുത്ത് നിന്ന്. ഇപ്പം ഞാൻ ഈ ചങ്ങാതിനെ വിളിച്ച് പറയാനുള്ള ഒരു കാരണത ഞാൻ പറഞ്ഞാലുണ്ട്, ലുക്ക് നിങ്ങളിപ്പം 4 മാസമേ ദുബായിലായിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇനി പിന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് വളരാനുണ്ട്. ആ വളർച്ചയിൽ നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് വലിയൊരു ഭാഗമാണ്. അത് വെച്ചിട്ടാണ് ഇപ്പം നിങ്ങൾ നല്ല സ്കിൽഡാണ്, നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾക്ക് ആളുകൾ റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ടീമിലും കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന ആളുകൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യും അല്ലേ. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പെൻഡബിലിറ്റി ഉണ്ടെങ്കിൽ ആളുകൾ റെസ്പെക്ട് ചെയ്ത് തർക്കിക്കാമെന്ന് പറയും. പക്ഷെ അറിയാത്ത ഒരാളെ റെസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ട് വേണം. നമ്മൾ ഒരു മനുഷ്യനെ കണ്ടിട്ട് അയാളൊരു മനുഷ്യനാണ്, നമുക്കറിയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ അയാളുടെ ബാക്കിൽ ഉണ്ടാവാം. അയാൾ ചിലപ്പോൾ നമ്മളെക്കാൾ സ്മാർട്ടായിരിക്കാം. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞു. എൻ്റെ ഒരു ബോസ്, ഇപ്പം ഞങ്ങൾ കൺസൾട്ടൻ്റ് ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്ടേഴ്സ് വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഒന്ന് പിടിച്ച് കൊടയാം, നമുക്ക് നമ്മുടെ അധികാരമൊക്കെ ഒന്ന് പ്രയോഗിക്കാം. കാരണം നമ്മുടെ കമ്പനി സൈൻ ചെയ്ത് കൊടുത്താൽ അവർക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. ഒരിക്കൽ എൻ്റെ ബോസ് വിളിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകളായിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് മൂപ്പര് പറയാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ആളുകൾ, ഈ കോൺട്രാക്ടേഴ്സ് ആളുകൾ ഒരിക്കലും നിങ്ങളെക്കാൾ മോശമാണ് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ചിലപ്പോൾ നിങ്ങളെക്കാൾ സ്കില്ലുണ്ടാവാം, നിങ്ങളെക്കാൾ കഴിവുകളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് അയാളൊരു കൺസൾട്ടൻ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്നില്ല, ചിലപ്പോൾ അയാൾക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളും ഒരു കാലത്ത് കോൺട്രാക്ടറായിട്ടാണ് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്, ഒരു കൺസൾട്ടിങ് ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ അയാളത് പറയും. അപ്പോൾ അത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും
അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ, അങ്ങനെയാണ് നമ്മൾ റെസ്പെക്റ്റ് പഠിച്ചെടുക്കുന്നത് അല്ലേ. അത് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടി ഗ്രോത്ത് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ്.